ആയ ആചാരങ്ങളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്ന ഒരു പിടി ക്ഷേത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടെ ഈ കൊച്ചുകേരളം. ക്ഷേത്ര വൈബ്സ് മീഡിയ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തെ കുറിച്ചുള്ള ഏതാനും ദൃശ്യങ്ങളും വിവരണങ്ങളുമാണ്. പ്രധാന വഴിപാടുകൾ, ഇവിടുത്തെ ഐതിഹ്യം, അതിനെ പറ്റി രണ്ടു വാക്കൊന്ന് പറയാമോ? പൗരാണികമായ ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ്. ശിവൻ എന്ന് പറഞ്ഞ ശക്തിയുടെ പ്രതീകമാണ് ശിവൻ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളും തട്ടി നീക്കപ്പെടുമെന്നും ഒക്കെയാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിശ്വാസം. നമുക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്ന് ആരാധിക്കുകയും വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ തടസ്സങ്ങൾ ഒക്കെ നീങ്ങിക്കിട്ടും എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഇവിടുത്തെ വഴിപാടുകളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാം? വഴിപാട് നമ്മളിവിടെ വഴിപാട് ചെയ്താൽ നമുക്കതിൻ്റെ പ്രതിഫലം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വളരെ മനസ്സമാധാനം ഉണ്ടാകുന്നു. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതെ അതെ, ആ മനസ്സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വരുമ്പോൾ എന്നുള്ളതാണ്. ഈ ഇവിടെ അടുത്താണോ വീട്? ഞങ്ങളിവിടെ അഴീക്കോട്. അഴീക്കോടാണ്. ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ എല്ലാ വർഷവും വരും. എല്ലാ വർഷം ഇവിടെ ഹസ്ബൻഡ് ദുബായിലാണ്, ഞാനും അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലീവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് അധികം നമ്മളൊരു മാസത്തിൽ ഒരു തവണയെങ്കിലും വരും. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? പ്രധാന വഴിപാട് നമ്മൾ വെറും കൈയോടെ വരാൻ പാടില്ല എന്നാണ്. അത് ശരി. നെയ്യമൃതയോടെ വന്നിട്ട് ഭഗവാനെ തൊഴാൻ, അതായത് ഭഗവാന്റെ അടുത്തേക്ക് വെറും കൈയോടെ നമ്മൾ വരാൻ പാടില്ല എന്നല്ലേ? നെയ്യമൃത് കയ്യിലുണ്ടാവണം. പിന്നെ ഇതിനോട് പട്ടം, താലി, അതൊക്കെയാണല്ലേ? പട്ടം, താലി, അതൊരു വഴിപാട്. പട്ടും താലി അത് എന്തിനാ? വിവാഹം നടക്കുന്നതിന് വേണ്ടി. വിവാഹം നടക്കുന്നത് സ്വയംവര പുഷ്പാഞ്ജലി വിവാഹം നടക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ സ്വർണ്ണക്കുടം സ്വർണ്ണക്കുടം പ്രധാന വഴിപാട്. സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, അതൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ കൊല്ലം നമ്മൾ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അത് ദൈവത്തിന് ഇവിടെ എങ്ങനെ സ്വർണ്ണക്കുടം ഒപ്പിക്കാന്ന് നമുക്ക് ശരിയായി. വെള്ളിക്കുടം